ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ടൈം ഡൈലേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആക്ച്വലി അതൊരാൾ പറഞ്ഞിട്ട് ചെയ്തതാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഞാൻ വിചാരിച്ച ചില കുസൃതി കണക്കുകളും ചില കടങ്കഥകളും ഒക്കെ ഇടാനാണ്. പക്ഷേ ഒരു സുഹൃത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടു ടൈം ഡൈലേഷനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയും. അങ്ങനെ വീഡിയോ ചെയ്തതാണ്. കുറച്ച് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആയിരുന്നു, കാരണം കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കണ്ടിട്ട് വേറൊരു സുഹൃത്തിനോട് ആവശ്യപ്പെടുന്നു, ഷ്രോഡിംഗറുടെ വേവ് ഇക്വേഷൻ, ഷ്രോഡിംഗറുടെ സമവാക്യം ഒന്ന് ഡെറൈവ് ചെയ്ത് കാണിക്കാമോ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, ഷ്രോഡിംഗറുടെ വേവ് ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അതും കൂടെ അങ്ങ് പറയാമെന്നാണ്. ഇനിയിപ്പോൾ പകുതി വെച്ച് മറച്ചിട്ട് കാര്യമില്ല, അതുകൂടെ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഒരു ടോപ്പിക്ക് ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ. എന്താണ് ഷ്രോഡിംഗറുടെ വേവ് ഇക്വേഷൻ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഇത് തരംഗങ്ങളെ കുറിച്ചുള്ള എന്തോ ഒരു പഠനമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സാധാരണ വേവ്സിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, മാറ്റർ വേവ്സിനെ കുറിച്ചുള്ള പഠനം കൂടി. എന്താണ് ഈ മാറ്റർ വേവ്സ്? മാറ്റർ വേവ്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വസ്തുവിന്റെ യഥാർത്ഥ ഘടന എന്താണെന്ന് അറിയണം. എന്താണ് ഒരു വസ്തു അഥവാ പാർട്ടിക്കിൾ? പാർട്ടിക്കിൾ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് തൊടാനും പിടിക്കാനും ഒക്കെ കഴിയുന്നതും, അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നതും, ഒരു ഫോഴ്സ് കൊടുത്താൽ തിരിച്ച് ഒരു ഫോഴ്സ് തിരിച്ചു തരുന്നതുമായിട്ടുള്ള പദാർത്ഥമാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ ഒരു ബോക്സിനകത്ത് ഒരു പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ, എഫ് എന്നൊരു ഫോഴ്സ് കൊടുത്താൽ അതിൽ തീർച്ചയായിട്ടും ഒരു റിയാക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതാണ് പാർട്ടിക്കിൾ. ന്യൂട്ടൺസ് ലോസ്, ന്യൂട്ടന്റെ ചലന നിയമങ്ങളെല്ലാം ഏറെക്കുറെ അനുസരിക്കുന്ന വസ്തുക്കളാണ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ചില യാദൃശികമായ ചില സംഭവ വികാസങ്ങൾ വഴി ആൾക്കാർക്ക് വസ്തുവിന് പാർട്ടിക്കിളിന്റെ നാച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ സ്വഭാവമുണ്ടോ, അതോ തരംഗത്തിന്റെ സ്വഭാവമുണ്ടോ എന്ന് ഡൗട്ട് തോന്നി. നമുക്കറിയാം, എന്റെ കയ്യിലിരിക്കുന്ന ഈ റബ്ബർ എടുത്തു നോക്കിയാൽ ഇതൊരു പാർട്ടിക്കിളാണ്, എനിക്കിത് പിടിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ പേന എനിക്കിങ്ങനെ പിടിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം കഴിയുന്നുണ്ട്. ഇതിനൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചൊരു ഫോഴ്സ് ഇതിൽ നിന്ന് വരും, റിയാക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. പക്ഷേ തരംഗത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു പ്രത്യേക കാരണം ഉണ്ടെന്ന് പറയാം. വസ്തുവിന്റെ ഘടനകളെ കുറിച്ചുള്ള പഠനം നടന്നപ്പോൾ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്, അതായത് ചെറിയ വസ്തുക്കളെ കുറിച്ചുള്ള പഠനം കൂടുതലായി നടക്കുകയുണ്ടായി. മോഡേൺ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനം കൂടുതലായിട്ട് നടക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജോട് കൂടിയ ഒരു വസ്തുവിന്റെ നേർത്ത കണമാണ്. നമ്മളൊരു ആറ്റത്തിന്റെ ഘടന എടുത്താൽ അതിനൊരു സെൻട്രൽ ന്യൂക്ലിയസ് കാണും, അവിടെ പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയിരിക്കും. ഇതിനെ ചുറ്റി ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് വസ്തുവിന്റെ ഘടന. അപ്പൊ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജോട് കൂടിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കണങ്ങളാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺസിനെ കുറിച്ച് ചില എക്സ്പെരിമെന്റുകൾ നടത്തുകയുണ്ടായി. ആ എക്സ്പെരിമെന്റിൽ നിന്നാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ചെറിയ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾ ആണോ വേവ് ആണോ എന്നുള്ള സംശയം ഉണ്ടായത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിനെ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. ഒരു രണ്ട് സ്ലിറ്റുകൾ ശാസ്ത്രജ്ഞർ ഇങ്ങനെ അടുക്കി വയ്ക്കും. ഇതിലൊരു നേരിയ ഒരു ദ്വാരമുണ്ട്. ഇത് സ്ലിറ്റ് 1, ഇത് സ്ലിറ്റ് 2. ഇതിലേക്ക് കുറച്ച് പദാർത്ഥങ്ങൾ, ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ ഇതിലേക്ക് കടത്തിവിട്ടു.
സ്ക്രീനിൽ കൂട്ടിമുട്ടുന്ന ഭാഗം ഒരു സ്പോട്ടായി, കൂട്ടിമുട്ടാത്ത ഭാഗം ഇവിടെ നിന്ന് പാർട്ടിക്കിൾസ് ചിതറിത്തെറിക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം ഇവിടെ വന്ന് രണ്ട് ഹോളുകളാക്കി വിടുന്നുണ്ട്. ഇനി കൂട്ടിമുട്ടാത്ത രീതിയിൽ വെച്ചപ്പോ ഈ പാർട്ടിക്കിൾ നേരത്തെ പാർട്ടിക്കിൾ സഞ്ചരിച്ച ഭാഗത്തെല്ലാം രണ്ട് സ്ലിറ്റുകൾ പോലെ ഫോം ചെയ്തു. ഇങ്ങനെ ഇവിടെ കൂടെ നേരത്തെ കണങ്ങളെ കടത്തിവിടുന്നു. ഈ കണങ്ങളെല്ലാം ഇപ്പുറത്ത് വന്ന് ഇതേ രൂപത്തിൽ സ്ലിറ്റിന്റെ അതേ രൂപത്തിൽ പതിഞ്ഞു. പക്ഷേ പ്രകാശത്തെ കടത്തിവിട്ടപ്പോൾ പ്രകാശത്തെ കടത്തിവിട്ടപ്പോ ഈ പ്രകാശത്തിന്റെ രണ്ട് തരത്തിലുള്ള വേവുകൾ ഇവിടെ വന്ന് ഇന്റർഫർ ചെയ്തിട്ട് ഇവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് ദൃശ്യമായത്. പ്രകാശത്തിനെ കടത്തിവിട്ടപ്പോൾ അതാണ് അതിന്റെ മെയിനായിട്ടുള്ള കൺസെപ്റ്റിന്റെ വ്യത്യാസം. അതായത് പ്രകാശം എന്ന് പറയുന്ന ഒരു തരംഗത്തെയാണ് ഈ രണ്ട് സ്ലിറ്റുകളിലും കൂടെ കടത്തിവിട്ടപ്പോ രണ്ട് സ്ലിറ്റുകളിൽ നിന്ന് വന്ന പ്രകാശ തരംഗങ്ങളും പരസ്പരം കമ്പനം ചെയ്ത് പരസ്പരം ചേർന്ന് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ദൃശ്യമാണ്. വിബ്ജിയോ ഇതാണ് ചുരുക്കം. പിന്നീട് ഈ പ്രകാശത്തിന് പകരം ഇലക്ട്രോണുകളുടെ ഓരോ ധാരയെ കടത്തിവിട്ടു. ഇലക്ട്രോൺസ് ഈ രണ്ട് സ്ലിറ്റുകൾ വഴിയും ഇലക്ട്രോണുകളുടെ ഒരു ധാരയെ കടത്തിവിട്ടപ്പോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ പുറത്ത് ന്യൂക്ലിയസിനെ വലം വെച്ച് സഞ്ചരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. അപ്പം ഇങ്ങനെ രണ്ട് സ്ലിറ്റാണ് പ്രതീക്ഷിച്ചത്. കാരണം കണങ്ങളായതുകൊണ്ട്, കാരണം തരംഗങ്ങളല്ല, പ്രകാശം പോലെ തരംഗങ്ങളല്ലാത്തതുകൊണ്ട് ഇവ രണ്ടും കൂടെ വന്ന് ഇങ്ങനെ രണ്ട് സ്ലിറ്റുകൾ കിട്ടും എന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അവിടെയാണ് ഈ പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായത്. ഇലക്ട്രോൺസിനെ കടത്തിവിട്ടപ്പോ അത്ഭുതകരം എന്ന് പറയട്ടെ, ഇവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് ദൃശ്യമായത്. അതായത് ഈ രണ്ട് വേവുകളും, രണ്ട് ഇലക്ട്രോൺ വേവുകളും തമ്മിൽ ഇന്റർഫർ ചെയ്തിട്ട് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് ദൃശ്യമായത്. പല ഫ്രീക്വൻസികളിൽ വേരിയേഷൻ ഉള്ള ഒരു പാറ്റേൺ. അപ്പൊ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി ആക്ച്വലി ഇത് ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പാർട്ടിക്കിൾസ് ആണോ അതോ കണങ്ങളാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായി. ഇലക്ട്രോൺസിന് തീർച്ചയായിട്ടും മാസ് ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസ് വെച്ച് പിന്നീട് ഒരു എക്സ്പെരിമെന്റ് നടത്തുകയുണ്ടായി. ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ഫ്ലൈ വീൽ, അതിലൂടെ ഇലക്ട്രോണിന്റെ ഒരു ധാരയെ കടത്തിവിട്ടപ്പോൾ ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇലക്ട്രോൺസിന് എന്തായാലും ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിന് പാർട്ടിക്കിളിന്റെ ക്യാരക്ടർ ഉണ്ട്, കണങ്ങളുടെ ക്യാരക്ടർ ഉണ്ട്. അതിന് ഈ ഇന്റർഫറൻസ് പാറ്റേൺ മറ്റേ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി കിട്ടിയത് കൊണ്ട് അതിന് വേവ് നാച്ചറും ഉണ്ട്. അപ്പൊ പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട്, അതിന് വേവ് നാച്ചറും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന ഈ വൈറസുകളെ പറ്റി നമ്മൾ എടുത്താൽ അറിയാം, അവയ്ക്ക് ജീവനുണ്ടോ ഇല്ലയെന്ന് തന്നെ സംശയമാണ്. അതുപോലെ ഇലക്ട്രോൺസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇലക്ട്രോൺസിന് പാർട്ടിക്കിളിന്റെ നാച്ചറും ഉണ്ട്, വേവ് നാച്ചറും ഉണ്ട്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ അതിനേക്കാളും ചെറിയ കണങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചെറിയ കണങ്ങൾക്കെല്ലാം തന്നെ പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട്, വേവ് നാച്ചറും ഉണ്ട്. അപ്പൊ ചെറിയ കണങ്ങളുടെ കാര്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു സാധാരണ ന്യൂട്രോണിയൻ മെക്കാനിക്സ് പോരാ എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി. അതിനോടനുബന്ധിച്ച് വേവ് മെക്കാനിക്സ് രൂപവൽക്കരിക്കുകയും ചെയ്തു. വേവ് മെക്കാനിക്സ് അങ്ങനെയാണ് വാസ്തവം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേവ് മെക്കാനിക്സിന്റെ ഒരു ധാരയാണ് ക്വാണ്ടം മെക്കാനിക്സ്, അതിന്റെ ഒരു ശാഖയാണ്. അതിൽ നിന്ന് ആണ് ഷ്രോഡിംഗറിന്റെ വേവ് ഇക്വേഷൻ ഉണ്ടായത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് പറയുന്നു, ഷ്രോഡിംഗറിന്റെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ഇക്വേഷനാണ്. ഈ വേവ് ഇക്വേഷൻ പറയുന്നത് കൂടുതലായിട്ടും പാർട്ടിക്കിൾസിന്റെ വേവ് ആൻഡ് പാർട്ടിക്കിൾ ക്യാരക്ടറിനെ പറ്റിയാണ്.
അതിൽ ആദ്യമായിട്ട് നമ്മളൊരു എനർജി ട്രീറ്റ്മെന്റ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനർജി കൺസർവേഷൻ. ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജിയെ കൺസിഡർ ചെയ്താൽ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനിക ഊർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ ആയിട്ടുള്ള എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിന്റെ എനർജി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിന്റെ കൈനറ്റിക് എനർജി. ഇപ്പോ മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കല്ലിന് ഈ കല്ല് ഇവിടെ എത്തിയെങ്കിൽ ഈ കല്ല് എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ എം എന്ന് പറയുന്ന കല്ലിന്റെ മാസാണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആ സ്ഥാനത്തെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആയിരിക്കും. ഇത് വി എന്നുള്ള വെലോസിറ്റിയിലാണ് താഴേക്ക് വിടുന്നുവെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്നുള്ളത് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കാണാം, ഒരു കൈനറ്റിക് എനർജി. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് വഴി പലതിനെയും ഓപ്പറേറ്റേഴ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ചലിച്ചുകൊണ്ടിരിക്കുന്ന വി വെലോസിറ്റിയിൽ ചലിക്കുന്ന എം മാസുള്ള ഒരു വസ്തുവിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വലിയ വി എന്ന് അസ്യൂം ചെയ്യും. അതായത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് വി. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ സാധിക്കും. V is the potential energy, half of V square is the kinetic energy, and total energy is half of V square plus E. ഇനി total energy minus potential energy is equal to half mv square. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ പിന്നീടുള്ളത് കൈനറ്റിക് എനർജി. റെസ്റ്റ് എനർജി ഇസ് എ കൈനറ്റിക് എനർജി. That is half of v square. നമുക്കറിയാം ഒരു വസ്തുവിന്റെ മൊമെന്റം അതായത് ആക്കം എത്രയാണെന്ന് ചോദിച്ചാൽ മാസ് ഇൻടു വെലോസിറ്റി. മൊമെന്റത്തിന് പി എന്നാണ് എഴുതുന്നത്. പി is equal to mv ആണ്. Therefore കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആയിരിക്കും. പി സ്ക്വയർ എന്ന് പറയുന്നത് എം സ്ക്വയർ ബി സ്ക്വയർ ആണ്. 2m എന്ന് പറഞ്ഞാൽ 2m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഹാഫ് എം ബി സ്ക്വയർ. അത് തന്നെയാണ് കൈനറ്റിക് എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആയിരിക്കും. ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം E minus V is equal to P square by 2m. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. E minus V is equal to P square by 2m. ഇനി അടുത്ത് നമുക്ക് ഒരു എനർജി മാറ്ററിന്റെ ഒരു വേവിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് പരിഗണിക്കാം. നമ്മൾ വേവ് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു വേവിന്റെ ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഈ ത്രിശൂലം പോലിരിക്കുന്ന ചിഹ്നം സൈ എന്നാണ് വായിക്കുന്നത്. സൈ എന്ന് പറയുന്നത് e raised to I kx minus omega into t ആയിരിക്കും. Psi is equal to e raised to I kx minus omega t. e raised to I theta എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം cos theta plus I sin of tan theta. Cos theta plus I sin theta എന്ന് പറയുന്നതാണ് e raised to I theta. Therefore psi is equal to e raised to I kx minus omega t. ഈ kx minus omega t എന്ന് പറയുന്നത് ഒരു ജനറൽ വേവ് ഫംഗ്ഷൻ ആണ്.
ഫംഗ്ഷനാണ് ഇ റൈസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഒരു വേവിനെ കുറിച്ച് എടുക്കുമ്പോൾ ആ വേവിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ കണക്കൂട്ടിയെടുക്കുക. ഇതിൽ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ജോമെട്രിക്കലായിട്ടാണ് 2π ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ നമ്മുടെ തെളിച്ചെഴുതാം. 2π ഡിവൈഡഡ് ബൈ ലാംഡ ഐ. കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഏതാണ്ട് 2π divided by t ആയിരിക്കും. where t is the time period of the wave. ടൈം പീരീഡ് ഒക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതാണ് ടൈം പീരീഡ്. അതായത് ഒരു വേവ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്, അതിന്റെ വേവ് ലെങ്ത് ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ psi is equal to e raised to I kx minus omega t. ഇത് സാധാരണ ഒരു വേവ് ഫംഗ്ഷൻ ആണ്. k is equal to 2π by lambda and omega is equal to 2π divided by capital T. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യും. അതായത് ഈ ഒരു വേവ് എന്ന് പറയുന്നത്, ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷണൽ വേവ് ഫംഗ്ഷൻ ആണ്. അതായത് വൺ ഡയമെൻഷണൽ വേവ് ആണ്. It is traveling in the x direction b. ഒരു നേർവഴിയിൽ മാത്രം സഞ്ചരിക്കുന്ന വേവാണ് ഈ psi is equal to e raised to kx minus omega t. പക്ഷേ നമുക്കറിയാം ഇലക്ട്രോൺസ് പോലെയുള്ള ഒരു പാർട്ടിക്കിളിന് 3 ഡയമെൻഷണൽ പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പാർട്ടിക്കിൾ. അപ്പോൾ ഇതിന്റെ വേവ് എന്ന് പറയുന്നത് x ഡയറക്ഷനിൽ മാത്രമല്ല, പകരം ഈ വേവ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ വേവാണ്. 3 ഡയമെൻഷണൽ വേവ്. അകത്ത് നിന്ന് ഇങ്ങനെ കുമ്പള പോലെ പൊങ്ങി വരുന്ന രീതിയിലാണ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വേവിന്റെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് എഴുതാൻ സാധിക്കും. ഇതിനെ നമുക്ക് psi of x എന്ന് കൊടുക്കാം. ഇനി psi of y എന്ന് കൊടുക്കാം. അത് e raised to I ky minus omega t ആയിരിക്കും. ഇനി psi of z കൊടുക്കാം. ജനറലി നമുക്ക് ഒമേഗ തുല്യമാണ് അസ്യൂം ചെയ്യുന്നത്. e raised to I k z minus omega t ആയിരിക്കും. ഈ വേവ് എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷനെ അപേക്ഷിച്ച് ഇങ്ങനെ പോകുന്നതാണ്. x ഡയറക്ഷൻ, y ഡയറക്ഷൻ, z ഡയറക്ഷൻ. z ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ചരിച്ച് വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ഫംഗ്ഷൻ അനുസരിച്ചാണ് ഒരു ഇലക്ട്രോൺ ആകുന്ന വേവ് സഞ്ചരിക്കുന്നത്. എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിന്റെ വേവ് മാറ്റർ വേവ്സ് സഞ്ചരിക്കുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത കണക്കിലേക്ക് നമുക്ക് വരാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു വൺ ഡയമെൻഷണൽ വേവ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഇക്വേഷൻ psi is equal to e raised to I kx minus omega t ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ y-യെയും z-നെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് x ഡയറക്ഷനിൽ മാത്രമുള്ള പ്രോപ്പഗേഷന്റെ കൺസ്ട്രെയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ x ഡയറക്ഷനിൽ മാത്രമായിട്ട് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് is equal to dou square dou psi by dou x എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. dou psi by dou x എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് x നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് I k into e raised to I kx minus omega t ആയിരിക്കും. ഇനി ഒന്നുകൂടെ ഡിഫറൻഷിയേഷൻ ചെയ്ത് dou square psi by dou x square എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് I into I k square e raised to I kx minus omega t ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. which is equal to I എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ നമുക്ക് ഇതിങ്ങനെ എഴുതാൻ സാധിക്കും. therefore dou square
psi by dou x square is equal to I square k square e raised to I kx minus omega t I. I എന്ന് പറയുന്നത് under the root of minus 1 ആണ്. അപ്പോൾ I square എന്ന് പറയുന്നത് minus 1 ആയിരിക്കും. അപ്പോൾ dou square psi by dou x square is equal to minus of k square into e raised to I kx minus omega t. ഇതിനെ നമ്മൾ ഒരിക്കൽ കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് എഴുതാൻ സാധിക്കും. dou square psi by dou x square is equal to minus of k square into psi എന്ന് എഴുതാൻ സാധിക്കും. കാരണം psi എന്ന് പറയുന്നത് e raised to I kx minus omega t തന്നെയാണ്. ഇതേ വാല്യൂ തന്നെയാണ് സാർ. അപ്പോൾ dou square psi by dou x square എന്ന് പറയുന്നത് minus of k square into psi ആണ്. minus of k square psi is equal to dou square psi by dou x square. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ കാണും. നേരത്തെ നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ്? ടോട്ടൽ എനർജി E minus B is equal to എന്താണ് കണ്ടുപിടിച്ചു? P square divided by 2m into P square divided by 2m എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. കാരണം ടോട്ടൽ എനർജി is equal to kinetic energy plus potential energy. kinetic energy P square by 2m ആണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ കാര്യം നമുക്ക് പറയാൻ സാധിക്കും. K എന്ന് പറയുന്ന വാല്യൂ 2 pi divided by lambda. നമുക്കറിയാം k is equal to 2 pi divided by lambda. dou square psi by dou x square is equal to minus of k square into psi. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് 2 pi divided by lambda എടുക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ പ്ലാങ്കിന്റെ ഇക്വേഷൻ പറയുന്നത് പ്ലാങ്കിന്റെ ഇക്വേഷൻ എന്താണ് പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേവിന്റെ മൊമെന്റം എന്ന് പറയുന്നത് h divided by lambda ആണ്. Where h is called as Planck constant. ഒരു പ്ലാങ്ക്സിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ചുള്ള ഒരു ഇക്വേഷൻ ആണത്. P is equal to h divided by lambda, where h is the Planck constant. That is something 6.626 into 10 raised to minus 34 joules second. 6.626 into 10 raised to minus 34 joules second ആണ് പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഓർമ്മിച്ച് വെച്ചിരിക്കുക. P is equal to h by lambda and k is equal to 2 pi divided by lambda. അപ്പോൾ നമ്മൾ എന്താണ് ഡെറൈവ് ചെയ്തു? dou square psi by dou x square is equal to minus of k square into psi ആയിരിക്കും. k is equal to 2 pi divided by lambda ആയിരിക്കും. ഇനി E minus B is equal to p square by 2m. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 into psi on both sides. എന്ത് കിട്ടും? E minus of B into psi is equal to p square by 2m into psi. ഇക്വേഷൻ നമ്പർ 2 നെ psi കൊണ്ട് രണ്ട് സൈഡിൽ, അതായത് വേവ് ഫംഗ്ഷൻ കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് p is equal to h by lambda. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? E minus B into psi is equal to h square divided by 2m lambda square. ഞാൻ എഴുതാൻ സാധിക്കും. p square by 2 തന്നെയാണ് ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം p എന്ന് പറഞ്ഞാൽ h by pi ആണ്. അപ്പോൾ p square എന്ന് പറഞ്ഞാൽ h square by lambda square into 2m എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്കറിയാം ഈ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ k is equal to 2 pi by lambda. അപ്പോൾ നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോറി, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുക്കാം.
ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുമ്പോൾ സൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ കെ സ്ക്വയറിനെ താഴെ കൊണ്ടുവരുന്നു, -1/k² ഇൻടു ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. സുഖമായിട്ട് എഴുതാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു സൈ ഉണ്ട്. ഈ സൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. therefore e minus b the whole into psi is equal to p square divided by 2m into -1/k² into dou square psi by dou x square. ഇങ്ങനെ എഴുതാൻ സാധിക്കും. which is equal to minus of p square by 2m k square into dou square psi divided by dou x square. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. e minus b into psi is equal to minus p square divided by 2m k square into dou square psi by dou x square. നമുക്കറിയാം p എന്ന് പറയുന്നത് h divided by lambda ആണ്. h divided by lambda. അതുപോലെ തന്നെ k എന്ന് പറഞ്ഞാൽ എന്താ വരും? 2π divided by lambda. അപ്പൊ ഇത് ഇക്വേഷൻ തന്നെ ഇപ്പുറത്ത് എഴുതുന്നു. e minus of v the whole into psi is equal to minus of h square divided by 2m lambda square into k square, that is 2π divided by lambda the whole square the whole into dou square psi divided by dou x square. ഇതുവരെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നു, minus h square divided by 2π the whole square is equal to 4π square lambda square രണ്ട് lambda square കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ ഇതിന്റെ 2m into 4π square dou square psi divided by dou x square, which is equal to minus of h square divided by 8π square m into dou square psi divided by dou x square. അപ്പോൾ ഇതുവരെയാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ ഫസ്റ്റ് ഡയമെൻഷനിലുള്ള ഇക്വേഷൻ. ഇനി അടുത്ത നമുക്ക് എഴുതാം. e minus of v the whole into psi is equal to minus h square divided by 8π square m into dou square psi by dou x square. ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് 8π സ്ക്വയർ എമ്മിനെ കോസ് മൾട്ടിപ്ലൈ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ മൈനസ് ഓഫ് എച്ച് സ്ക്വയറിനെ താഴെ കൊണ്ടുപോകും. അപ്പോൾ 8π സ്ക്വയർ m by h square into e minus of v the whole into psi is equal to minus of dou square psi divided by dou x square. ഇതിനെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ dou square psi by dou x square plus 8π square m by h square into e minus of v the whole into psi is equal to 0. ഇതാണ് ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ. പക്ഷെ നമുക്കറിയാം 3 ഡയമെൻഷൻസ് ഉണ്ട്. എക്സ് ഡയറക്ഷനിലുണ്ട്, ഇതിന്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. അതായത് എക്സ് ഡയറക്ഷനിലുണ്ട്, വൈ ഡയറക്ഷനിലുണ്ട്, ഇസഡ് ഡയറക്ഷനിലുണ്ട്. ഇസഡ് വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് വരുന്നത്, നേരെയാണ് വരുന്നത്. അപ്പൊ നമുക്കത് എഴുതാൻ സാധിക്കും. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ള ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ എക്സ് ഡയറക്ഷനിലേക്ക് മാത്രമുള്ള ഇക്വേഷൻ ആണ് dou square psi by dou x square. അതിന്റെ ഒരു കമ്പോണന്റിന്റെ ഇക്വേഷൻ കൺസ്ട്രെയിന്റ് മാത്രമാണ് നമുക്ക് എങ്ങനെ കിട്ടിയത്? 8π
pi square m by h square into e minus of v the whole into psi. ഈ psi എന്ന് പറയുന്നത് psi of x ആണ് ഉദ്ദേശിക്കുന്നത്. Function along the x and keeping the y and z as constants. y ഉം z ഉം കോൺസ്റ്റന്റ് ആയിട്ട് വച്ചുകൊണ്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും നോക്കാം. ടോട്ടലായിട്ട് എഴുതുമ്പോൾ ഡോ സ്ക്വയർ psi by ഡോ x സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi by ഡോ y സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi by ഡോ z സ്ക്വയർ പ്ലസ് 8 pi square m by h square into e minus b into psi of x, y, z is equal to 0. ഇതാണ് സ്ക്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 8 pi square m by h square e minus b psi is equal to 0. psi എന്ന് പറയുന്നത് ഒരു 3 dimensional wave function including the equations in the 3 directions x, y and z. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ മനസ്സിലായെന്ന് കരുതുന്നു.